ഹായ് എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് CSIR നെറ്റ് എക്സാമിൽ നിന്ന് പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ലെറ്റ് y ഫ്രം R to R be a solution of the ordinary differential equation 2y double dash plus 3y dash plus y is equal to e raised to minus 3x, x belongs to R, satisfying limit x tends to infinity, e raised to x into y of x is equal to 0. Then first option, limit x tends to infinity, e raised to 2x into y of x is equal to 0. Second option, y of 0 is equal to 1 by 10. Third option, y is bounded function on R. Fourth option, y of 1 is equal to 0. Okay. അതായത് നമുക്ക് തന്നിട്ടുള്ളത് y എന്നുള്ളത് എന്താണ്? ഒരു R to R എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അത് ഏതിന്റെ സൊല്യൂഷൻ ആണ്? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. അതേപോലെ തന്നെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താ കണ്ടീഷൻ? ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, e റൈസ് ടു x ഇൻടു y ഓഫ് x ന്റെ ആൻസർ എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 ഓപ്ഷനിൽ ഏതൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യന്റെ സൊല്യൂഷനിലേക്ക് നമ്മൾ പോവാണ്. നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് 2y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് y ഈക്വൽ ടു e റൈസ് ടു മൈനസ് 3x തന്നിട്ടുണ്ട്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറഞ്ഞ പേരാണ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് നോൺ ഹോമോജീനിയസ്. ഓക്കെ, അതായത് a y ഡബിൾ ഡാഷ് പ്ലസ് b y ഡാഷ് പ്ലസ് cy is equal to f of x where a b and c are constant. ഈ രൂപത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് എന്ന് പറയും. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ y ഓഫ് x കിട്ടും. ആ y ഓഫ് എക്സിന്റെ കൂടെ നമ്മൾ e റൈസ് ടു x മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ e റൈസ് ടു x മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 0 കിട്ടും. അത്തരം 0 കിട്ടുന്ന y ഓഫ് x ആരാണോ അതാണ് ഇയാളെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കാണണം? ഹോമോജീനിയസ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അപ്പൊ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഹോമോജീനിയസ് പാർട്ട് എന്ന് പറഞ്ഞത് എന്താണ്? a y ഡബിൾ ഡാഷ് പ്ലസ് b y ഡാഷ് പ്ലസ് c y ഈക്വൽ ടു 0 ആണ്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ ഈ ഹോമോജീനിയസ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ ആരാ വരിക? 2y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് y is equal to 0 വരും. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഹോമോജീനിയസ് 2 നോൺ ഹോമോജീനിയസ് നമ്മൾ 1 എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ഇത് നോക്കാം, ഈ ഹോമോജീനിയസ് അതായത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഉള്ള ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ നമ്മൾ ചെയ്തതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ വരും. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓക്സിലറി ഇക്വേഷൻ ആരാ വരിക? 2 ഇൻറ്റു m സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു m പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷൻ ആരാണ്? y ഡബിൾ ഡാഷ് എന്നുള്ള ഈ ഇക്വേഷനെ m സ്ക്വയർ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. y ഡാഷ് എന്നുള്ള ഈ വേരിയബിളിനെ m കൊണ്ട് റീപ്ലേസ് ചെയ്യാം. y എന്നുള്ള വേരിയബിളിനെ 1 കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കിട്ടുന്ന ഏതാണ് ഇക്വേഷൻ വെച്ചാൽ ആ ഇക്വേഷൻ നമ്മൾ എന്ത് പറയാ? ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷൻ ആരാ വരിക? a m സ്ക്വയർ പ്ലസ് bm പ്ലസ് c is equal to 0. ഇതാണ് ഈ ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഈ ഓക്സിലറി ഇക്വേഷൻ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലെ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇത് വേരിയബിൾ m ആണ്. അപ്പൊ m സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac all divided by 2 into a ആണ്.
ഇവിടെ മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് 3 ആണ് അല്ലെ. ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 വരും. മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2 വരും. സി എന്ന് പറഞ്ഞാൽ 1 വരും. ഓൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 വരും. എ എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ നമുക്ക് കിട്ടും മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്ത് വരും 9 മൈനസ് 8. 9 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 1 വരും. ഓൾ ഡിവൈഡ് ബൈ 4 വരും. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് ഓർ മൈനസ് 1 വരും. കാരണം റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 ഓൾ ഡിവൈഡ് ബൈ 4 വരും. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂ കിട്ടി. ഒന്നാമത്തെ വാല്യൂ ആരാണ് മൈനസ് 3 പ്ലസ് 1 ഡിവൈഡ് ബൈ 4ഉം അതേപോലെ തന്നെ മൈനസ് 3 മൈനസ് 1 ബൈ 4 വരും. അതായത് എന്ത് ആൻസർ വരും മൈനസ് 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ബൈ 4 അതായത് മൈനസ് 1 ബൈ 2 അല്ലെ ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ ആൾ ആരാ മൈനസ് 3 മൈനസ് 1 മൈനസ് 4 ബൈ 4 മൈനസ് 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂ കിട്ടി. ഒന്നാമത്തെ വാല്യൂ ആരാണ് m1 is equal to ഈ എമ്മിന് രണ്ട് വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തെ വാല്യൂ m1 എന്ന് പറഞ്ഞത് ആരാണ് 1 ബൈ 2 മൈനസ് 1 ബൈ 2 ആണ്. രണ്ടാമത്തെ ആളാണ് m2 is equal to ആരാണ് മൈനസ് 1 ആണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ഓക്സിലറി ഇക്വേഷൻ ഉണ്ട്. ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് 3 കേസാണ് ഉണ്ടാവുക. ഒന്നാമത്തെ കേസ് എന്ത് കിട്ടും രണ്ട് ഡിസ്റ്റിങ്ക്ട് റിയൽ വാല്യൂ കിട്ടും. അതായത് m1 നോട്ട് ഈക്വൽ ടു m2 ബിലോങ്സ് ടു r എന്നുള്ള പോസിബിലിറ്റി കിട്ടും. ഓക്കെ, ഒന്നാമത്തെ കേസ് അതാണ്. അപ്പോ ഈ ഒന്നാമത്തെ കേസിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് എന്താണ് y is equal to c1 e raised to m1x plus c2 e raised to m2x ആണ്. ഇങ്ങനെ രണ്ട് ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് എങ്ങനെയാ c1 e raised to m1x plus c2 e raised to m2x എഴുതാം. where c1 and c2 are constant. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം റൂട്ട് കിട്ടാം. അപ്പൊ m1 ഉം m2 എന്താവാം ഈക്വൽ ആവാം. ഒരു നമ്പർ എമ്മിനോട് എന്താവാം ഈക്വൽ ആവാം. അല്ലെങ്കിൽ എനി കോൺസ്റ്റന്റ് ആൽഫയോട് ഈക്വൽ ആവാം. ആൽഫ വേണ്ട ഒരു എ എന്നുള്ള നമ്പറിനോട് ഈക്വൽ ആവാം. രണ്ടും m1 m2 എന്താവാം ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് y is equal to c1 plus c2x എഴുതാം. c1 എന്ന കോൺസ്റ്റന്റ് ആണ് പ്ലസ് c2x ഇൻറ്റു e raised to ആരാണ് mx അല്ലെങ്കിൽ ax ആണ്. എന്താണോ സെയിം കിട്ടിച്ചാൽ ആ കിട്ടിയ വാല്യൂ ആണ് ഇവിടെ എഴുതുക. ഓക്കെ, ഇനി മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാഡ്രാറ്റിക്കൽ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട് കോംപ്ലക്സ് നമ്പർ കിട്ടും. ആ കോംപ്ലക്സ് നമ്പറിന്റെ ഫോം എന്ന് പറയുകയാണെങ്കിൽ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. ഈ രൂപത്തിലാണ് ഈ ക്വാഡ്രാറ്റിക്കൽ സോൾവ് ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് y സിംഗിൾ ആരാണ് e raised to alpha x into c1 cos beta x plus c2 sin beta x ആണ്. ഓക്കെ, ക്ലിയർ ആയിരിക്കും. അതായത് ഈ 3 കേസ് പഠിക്കുക. അതായത് ആൽഫ പ്ലസ് ഓർ മൈനസ് സൈൻ ബീറ്റ ഈ രൂപത്തിൽ കോംപ്ലക്സ് നമ്പർ കിട്ടി കഴിഞ്ഞാൽ y സിംഗിൾ ആരാണ് e raised to alpha x into c1 cos beta x plus c2 sin beta x ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോ രണ്ട് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. രണ്ട് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട് എന്ന് പറഞ്ഞത് ആരാണ് ഒന്നാമത്തെ പോസിബിലിറ്റി ആണ് അല്ലെ. അതായത് ഇതിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഓക്സിലറി ഇക്വേഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് ആരാണ് y is equal to c1 e raised to minus 1 by 2x plus c2 e raised to minus x ആണ്. ഇതാണ് നമ്മളെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസിന്റെ പാർട്ട്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് നോൺ ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ കിട്ടണം. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള എന്താണ് ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ആരാണ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ആരെ തന്നിട്ടുണ്ട് e raised to minus 3x തന്നിട്ടുണ്ട്. അതായത് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ e raised to alpha x ഈ രൂപത്തിൽ തരികയാണെങ്കിൽ നമ്മൾ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ e raised to ഇവിടെ നമ്മൾ e raised to 3x ആണ്. ഇതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ഈ 2 ഇൻറ്റു ഈ y ഡബിൾ ഡാഷിനെ d സ്ക്വയർ ആക്കുക. d സ്ക്വയർ പ്ലസ് 3 y ഡാഷിനെ d ന് കൊടുക്കുക. d പ്ലസ് 1 എഴുതുക. ഇങ്ങനെ എഴുതിയിട്ട് ഈ ഡിന്റെ വാല്യൂ ഈ ഡിക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് എന്നുള്ളതാണ് ആരാണ് ഇ റൈസ് ടു ആൽഫ എക്സ് എന്നുള്ള രൂപത്തിലാണ് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ബൈ എന്താണോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ y ഡബിൾ ഡാഷിൽ ഡി സ്ക്വയർ എന്നും y ഡാഷിൽ ഡി എന്നും റീപ്ലേസ് ചെയ്ത് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഡി സ്ക്വയറിന് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൈനസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇ റൈസ് ടു -3 ഡിവൈഡ് ബൈ ആര് വരും 2 ഇൻറ്റു -3 ഹോൾ സ്ക്വയർ. -3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും, 9 വരും. പ്ലസ് 3 ഇൻറ്റു ആര് ഡി കൊടുക്കുക, -3 കൊടുക്കുക, -3 വരും. പ്ലസ് 1 വരും. അതായത് e raised to -3x divided by 18 plus 18 minus 9 plus 1, that's equal to 18 minus 9 plus 1, that's equal to e raised to -3x divided by 10. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് YP എന്ന് പറഞ്ഞത്. YP എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നോൺ ഹോമോജീനസിന്റെ സൊല്യൂഷൻ, പെർട്ടിക്കുലർ സൊല്യൂഷൻ. നോൺ ഹോമോജീനസിന്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് ആര്, ഇ റൈസ് ടു -3x ഡിവൈഡ് ബൈ 10 എന്നുള്ളത്. നമുക്ക് ഹോമോജീനസിന്റെ എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നോൺ ഹോമോജീനസിന്റെ ജനറൽ സൊല്യൂഷൻ കിട്ടും. അതായത് y is equal to ഇയാളില്ല, അതായത് C1 e raised to -1/2x plus C2 into e raised to -x പ്ലസ് ഇവിടെ കിട്ടിയ പെർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതുക, അതായത് ഇ റൈസ് ടു -3x ഡിവൈഡ് ബൈ 10 ആണ്. ഇതാണ് എന്തിന്റെ ജനറൽ സൊല്യൂഷൻ, നമുക്ക് തന്ന ഒന്നാമത്തെ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് എന്ത് വരും, y ഇതാണ് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തന്നിട്ട് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, എന്താണ്, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു എക്സ് ഇൻറ്റു y ഓഫ് എക്സിന്റെ ആൻസർ തന്നിട്ടുണ്ട്, 0 ആണ് തന്നിട്ടുണ്ട്. ആ പോയിന്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് y ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആളാണല്ലോ, അതായത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു y ഓഫ് എക്സ് എന്നതിന്റെ വാല്യൂ കണ്ടുപോകുക. ഇ റൈസ് ടു എക്സ് ഇൻറ്റു y ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു C1 e റൈസ് ടു 1/2x പ്ലസ് C2 ഇൻറ്റു ഇ റൈസ് ടു -x പ്ലസ് ഇ റൈസ് ടു -3x ഡിവൈഡ് ബൈ 10 വരും. ഓക്കെ, ഇതാണ് വരിക. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇ റൈസ് ടു എക്സിന് ഓരോ ടേമുകളും മൾട്ടിപ്ലൈ നമുക്ക് എന്താ കിട്ടുക, ദാറ്റ്സ് ഈക്വൽ ടു C1 ഇൻറ്റു ഇ റൈസ് ടു 1/2x കിട്ടും, അതായത് 1 - 1/2 പ്ലസ് C2 ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു -x എന്ത് വരും, 1 വരും. ഓക്കെ, ഇൻറ്റു 1 പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു -3x എന്താ വരിക, ഇ റൈസ് ടു -2x ബൈ 10 എന്ന് വരും. ഇങ്ങനെ വരിക. നമുക്ക് തന്നിട്ടുണ്ട് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി പോകുമ്പോൾ ഈ ടേമിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 0 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു എക്സ് ഇൻറ്റു y ഓഫ് എക്സിന്റെ വാല്യൂ 0 ആവണമെന്നുണ്ടെങ്കിൽ C1 ഉം C2 എന്താവണം നോക്കാം. അതായത് ലിമിറ്റ് നിങ്ങൾക്കറിയാം, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു -xന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലെ. ഇ റൈസ് ടു എക്സിന്റെ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇ റൈസ് ടു -xന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പൊ ലിമിറ്റ് ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ ഇ റൈസ് ടു -x ഉണ്ടാവുന്നത് 0 ഒക്കെ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ 0ക്ക് പോകും. ഇതിന്റെ വാല്യൂ സീറ്റ് ഓഫ് കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് എന്താ വരിക, എങ്ങോട്ട് പോയാലും കോൺസ്റ്റന്റിന്റെ വരിക. അപ്പോൾ ഇ റൈസ് ടു എക്സിന്റെ ഇ റൈസ് ടു എക്സ് എങ്ങനെ പോവുക, ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ് ഇ റൈസ് ടു എക്സിന്റെ ഗ്രാഫ്. അപ്പൊ ഇ റൈസ് ടു ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ നിങ്ങളുടെ പോയി ഇൻഫിനിറ്റിക്കാ പോവാം. അതുകൊണ്ട് ഈ കണ്ടീഷൻ, അതായത് ഈക്വൽ ടു 0 എന്നുള്ള ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ C1 എന്താവണം, C1 ഈക്വൽ ടു 0 ആവണം, C2 എന്താവണം, 0 ആവണം. കാരണം എല്ലാത്ത കേസിൽ നമുക്ക് എന്ത് കിട്ടൂല, 0 ഒന്നും കിട്ടൂല. ഓക്കെ, C1 0 ആയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഈ ടേം ഇൻഫിനിറ്റിക്ക് പോകും, C2 0 ആയില്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയി നിൽക്കും, പിന്നെ ഇത് 0ക്ക് പോകും. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെന്നെ വേണം, C1 C2 0 ആവണം, C2 എന്താവണം, 0 ആവണം. Therefore നമുക്ക് y of x ആരെന്ന് പറയാൻ പറ്റും, y of x is equal to ആരാണ്, y of x is equal to e raised to -3x by 10 ആണ് ഇതിന്റെ ആൻസർ. y of x എന്നുള്ള, അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതേപോലെ തന്നെ ഈ കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ y of x ആരാവണം, e raised to -3x by 10 ആവണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷനും കിട്ടി, അതേപോലെ തന്നെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന y of x കിട്ടി.
സോ അപ്പൊ y of x എന്ന് പറഞ്ഞത് ആരാണ്? e raised to minus 3x divided by 10 ആണ്. ഇനി നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ഈ 4 ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e raised to 2x into y of x ന്റെ വാല്യൂ കാണാം. ഒന്ന് നോക്കാം. അതായത് e raised to 2x into y of x എന്ത് വരും? e raised to 2x into e raised to minus 3x divided by 10 എന്നാ വരിക. ഇതിന്റെ ആൻസർ എന്താ വരിക? അതായത് e raised to x raised to m into x raised to n. സോ അവിടെ എന്ത് വരും? x raised to അതായത് e raised to minus x by 10 എന്ന് വരും. ഇതിന്റെ ലിമിറ്റ് എന്താ എങ്ങോട്ടാ പോവാ? അതായത് ലിമിറ്റ് x tends to infinity e raised to 2x into y of x ന്റെ വാല്യൂ എന്ന് പറഞ്ഞത് എന്ത് വരും? ലിമിറ്റ് x tends to infinity e raised to minus x by 10 ആണ് വരിക. അതായത് e raised to minus infinity ന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു 0 ആണ്. 0 by 10 എന്ന് പറഞ്ഞാൽ ആൻസർ 0 വരും. സോ അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ട്രൂ ആണ് അല്ലെ? ലിമിറ്റ് x tends to infinity e raised to 2x into y of x ന്റെ വാല്യൂ എന്തുണ്ട്? 0 വരും. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. y of 0 എന്താണെന്ന് ചോദിക്കാം. y of 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം y of x എന്ന് പറഞ്ഞാൽ e raised to minus 3x ആണ്. That's by 10. That's equal to e raised to minus 3 into 0 by 10. That's equal to e raised to 0 by 10. That's equal to e raised to 0 എന്ന് പറഞ്ഞാൽ 1 വരും. 1 by 10 ആണ്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ട്രൂ ആണ്. ഇനി ഫോർത്ത് ഓപ്ഷൻ നോക്കാം. y of 1 എന്ന് പറഞ്ഞാൽ e raised to minus 3 into 1 divided by 10 ആണ്. അതായത് e raised to minus 3 by 10 എന്നാണ് വരിക. ഇതിനെന്താണ്? 0 എന്നാണ് ഓപ്ഷൻ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഓപ്ഷൻ എന്താണ്? ഡിസ്കാർഡ് ആണ് അല്ലെങ്കിൽ റോങ് ആണ്. ഓക്കെ. ഈ തേർഡ് ഓപ്ഷൻ y എന്താന്ന് പറഞ്ഞത്? ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞത്. y ബൗണ്ടഡ് ആണോ? അല്ല. കാരണം e raised to x എന്നുള്ള ഫംഗ്ഷൻ ഓൺ r ആണ്. ബൗണ്ടഡ് ഓൺ r എന്നാണ് ഓപ്ഷൻ ഉള്ളത്. അപ്പോ ഈ r എന്നുള്ള ഇന്റർവെല്ലിൽ അതായത് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ എന്നുള്ള ഈ ഇന്റർവെല്ലിൽ y എന്തല്ല? ബൗണ്ടഡ് അല്ല. കാരണം e raised to minus 3x ന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം e raised to minus 3x ന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ. അപ്പോ എക്സ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റിക്ക് പോകുമ്പോ എക്സ് മൈനസ് ഇൻഫിനിറ്റിക്ക് പോകുമ്പോ e raised to minus 3x എങ്ങോട്ടാ പോകുന്നത്? ഇൻഫിനിറ്റിക്കാ പോകുന്നത്. അല്ലെങ്കിൽ നോക്കിയാൽ മതി അല്ലെ? ഇവിടെ നേരെ എക്സിന്റെ സ്ഥാനം അതായത് ലിമിറ്റ് x tends to minus infinity e raised to minus 3x by 10 എങ്ങോട്ടാ പോവാ? e raised to infinity by 10 എന്നാ വരിക. e raised to ഇൻഫിനിറ്റിന്റെ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി by 10 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് ഇയാളെന്തല്ല? ബൗണ്ടഡ് അല്ല. Therefore നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൻസർ റൈറ്റ് ആൻസർ 1 ഉം 2 ആണ്. ഓക്കെ.